എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു മാർക്കോയുടെ OTT റിലീസിന് വേണ്ടി. ഫെബ്രുവരി 14-ാം തീയതി വാലന്റൈൻസ് ഡേയിൽ OTTയിൽ വരുമെന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരി 13-ാം തീയതി തന്നെ ഉച്ചയോടുകൂടി മാർക്കോ സോണി ലിവ് പ്ലാറ്റ്ഫോമിൽ OTTയിൽ പ്രീമിയറിംഗ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു സംഭവമല്ല മാർക്കോ OTTയിൽ സംഭവിച്ചിരിക്കുന്നത്. വമ്പൻ ചതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നാടൻ ഭാഷയിൽ. മാർക്കോ OTTയിൽ വന്നിരിക്കുന്നത് ട്രിംഡ് വേർഷനാണ്. എക്സ്റ്റെൻഡഡ് കട്ട് പുറത്തിറങ്ങും, മാർക്കോയിലെ കൂടുതൽ ബ്രൂട്ടൽ സീൻസുകൾ പുറത്തിറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടും മാർക്കോയുടെ OTT വേർഷൻ വന്നിരിക്കുന്നത് ട്രിംഡ് വേർഷനാണ്. തിയേറ്ററിൽ നിന്നുള്ള രംഗങ്ങളിലും പോലും അവർ ട്രിം ചെയ്തിട്ടാണ് മാർക്കോ OTTയിൽ ഇറക്കിയിരിക്കുന്നത്. മാർക്കോയുടെ OTT പ്രീമിയറിന് എക്സ്റ്റെൻഡഡ് കട്ട് ഇറക്കുന്നതിനെതിരെ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്ററിക്ക് കംപ്ലൈൻറ്റ് പോയതിനാലാണ് OTT ട്രിംഡ് വേർഷൻ ഇറക്കുന്നത് എന്നാണ് മാർക്കോയുടെ അണിയറ പ്രവർത്തകരായ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും OTTയിൽ വമ്പൻ എക്സ്റ്റെൻഡഡ് കട്ടും റിയാസ് ഖാൻ്റെ സീനുകളും അങ്ങനെ പലതും പ്രതീക്ഷിച്ച പ്രേക്ഷകർക്ക് നിരാശ സംഭവിപ്പിക്കുന്ന കാര്യമാണ് മാർക്കോയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മാർക്കോയുടെ എക്സ്റ്റെൻഡഡ് കട്ടിന് പകരം ട്രിംഡ് വേർഷനാണ് ഇപ്പോൾ സോണി ലിവ് പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങിയിരിക്കുന്നത്. മാർക്കോ തിയേറ്റർ വേർഷൻ 2 മണിക്കൂർ 24 മിനിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മാർക്കോ ഇപ്പോൾ സോണി ലിവിൽ പ്രീമിയർ ചെയ്യുന്നത് 2 മണിക്കൂർ 21 മിനിറ്റ് വേർഷനാണ്. അതായത് തിയേറ്ററിക്കൽ വേർഷനിൽ നിന്ന് തന്നെ 3 മിനിറ്റോളം ട്രിം ചെയ്തിട്ടാണ് മാർക്കോ ഇപ്പോൾ OTTയിൽ പ്രീമിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിയേറ്ററിക്കൽ വേർഷനിൽ നിന്ന് തന്നെ ട്രിം ചെയ്യാൻ കാരണം OTTയിൽ എല്ലാവരും ഏജ് റെസ്ട്രിക്ഷൻ ഇല്ലാതെ കാണാനുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും മാർക്കോയുടെ എക്സ്റ്റെൻഡഡ് വേർഷൻ ഇനി ഒരിക്കലും ഇറങ്ങത്തില്ല.